രാജ്യാന്തര ലഹരിക്കടത്ത് സംഘങ്ങൾക്കെതിരെയുള്ള നടപടി ഊർജിതമാക്കി കേന്ദ്ര സർക്കാർ. ലഹരിമരുന്ന് കടത്തുകാരോട് സർക്കാർ ഒരു ദയയും കാണിക്കുന്നില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചു. ലഹരി വ്യാപനം ചെറുക്കാൻ പോലീസ് എക്സൈസ് സംയുക്ത കർമ്മ പദ്ധതി സംസ്ഥാന സർക്കാരും പ്രഖ്യാപിച്ചു. ലഹരി വേട്ടയ്ക്കായി പോലീസ് ഐജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിക്കും. ലഹരി വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ 24-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. മന്ത്രിമാരും പോലീസ് എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരും സംബന്ധിക്കും. ലഹരിക്കെതിരെ സ്വീകരിച്ച നടപടികളും ഭാവി നടപടികളും യോഗത്തിൽ തീരുമാനിക്കും. ലഹരി വ്യാപനത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കറും DGPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. കോളേജ് ഹോസ്റ്റലിലടക്കം കഞ്ചാവ് പിടികൂടിയ സാഹചര്യത്തിലാണ് പോലീസും എക്സൈസും സംയുക്ത ദൗത്യത്തിന് തയ്യാറെടുക്കുന്നത്. ADGP മനോജ് എബ്രഹാമിനാണ് ഏകോപന ചുമതല. ഇതിന്റെ ഭാഗമായി റെയ്ഡും നിരീക്ഷണവും ശക്തമാക്കും. ഇരു വകുപ്പുകളും ചേർന്നാണ് ലഹരി മാഫിയ സംഘത്തിന്റെ സമഗ്ര ഡേറ്റാബേസ് തയ്യാറാക്കുക. അന്തർ സംസ്ഥാന ബസ്സുകളിലും വാഹനങ്ങളിലും സംയുക്ത പരിശോധന നടത്തും. എക്സൈസിന് അംഗബലക്കുറവുണ്ട്. ഈ സാഹചര്യത്തിൽ പോലീസിനെ സജീവമാക്കി മാത്രമേ ഈ വിപത്തിനെ പിടിച്ചുകെട്ടാൻ സാധിക്കൂവെന്ന തിരിച്ചറിവ് സർക്കാരിനുണ്ട്. ലഹരിവേട്ട രാഷ്ട്രീയ വിവാദമാക്കുന്നതിനോടും സർക്കാരിനും താല്പര്യമില്ല. ഇത്തരം ചർച്ചകൾ ലഹരി മാഫിയയ്ക്ക് സഹായകമാകും. അതിനാൽ കരുതലോടെ വിഷയം കൈകാര്യം ചെയ്യാൻ എക്സൈസിനും പോലീസിനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകും. പ്രാദേശിക സഹകരണത്തിലൂടെ പൊതുജനങ്ങളുടെയും ലഹരി വിരുദ്ധ കൂട്ടായ്മയുടെയും ഭാഗമാക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. പോലീസിലെ ഡാൻസ് ഓഫിനെ ശക്തമാക്കാനും തീരുമാനം വരും. എക്സൈസിന് ആവശ്യമായ സൈബർ സഹായം പോലീസ് നൽകും. ശിക്ഷാ കാലാവധി തീർന്ന ലഹരി കേസ് പ്രതികൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിൽപ്പന ഏകോപിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവരെ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തും. ജില്ലാ പോലീസ് മേധാവിമാരും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർമാരും കൃത്യമായ ഇടവേളയിൽ യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്താനും ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കാനും ധാരണയായിട്ടുണ്ട്. ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന വേദന സംഹാരി മരുന്നുകൾ ലഹരി മരുന്ന് പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശവും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ഡോക്ടറിന്റെ കുറിപ്പടിയില്ലാതെ ഇത്തരം മരുന്നുകൾ മെഡിക്കൽ സ്റ്റോറുകളിൽ വിൽക്കുന്നതും ആളുകൾ കൈവശം വയ്ക്കുന്നതും കുറ്റകരമാകും. കുറിപ്പടിയല്ലാതെ ഇത്തരം മരുന്ന് കൈവശം വയ്ക്കുന്നവർക്കെതിരെ അബ്കാരി നിയമപ്രകാരം കേസെടുക്കാനുള്ള അധികാരം പോലീസിനും എക്സൈസിനും ലഭിക്കും. പോലീസ് എക്സൈസ് സംയുക്ത യോഗത്തിലാണ് മരുന്നുകളുടെ ദുരുപയോഗം തടയാനുള്ള തീരുമാനമെടുത്തത്. ക്യാൻസർ രോഗികൾക്കുള്ള വേദന സംഹാരികൾ ചെറുപ്പക്കാർ വ്യാപകമായി ലഹരിക്കായി ഉപയോഗിക്കുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നിർദ്ദേശം വന്നത്. ഇക്കാര്യം ആരോഗ്യ വകുപ്പിനെ അറിയിക്കുകയും ചെയ്യും. മരുന്നിന്റെ ദുരുപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോളർക്ക് കത്തയക്കാനും തീരുമാനമുണ്ട്. ലഹരി മരുന്ന് രഹിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ നീക്കത്തിന് കരുത്തു പകരുമെന്നും ആഭ്യന്തരമന്ത്രി അറിയിച്ചു. കർണാടക, മണിപ്പൂർ, അസം സംസ്ഥാനങ്ങളിൽ ഇന്നലെ വൻ ലഹരി വേട്ട നടന്നു. ഇംഫാൽ, ഗുവാഹത്തി മേഖലകളിൽ രാജ്യാന്തര ലഹരി മരുന്ന് ശൃംഖലയിലെ 4 അംഗങ്ങളെ അറസ്റ്റ് ചെയ്തതായി അമിത്ഷാ അറിയിച്ചു. വേട്ട തുടരുകയാണെന്നും മയക്കുമരുന്ന് വ്യാപാരം തടയുന്നതിനും ദേശീയ സുരക്ഷ നിലനിർത്തുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.